ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹൈറച്ചിലെ ലീഡർമാരെല്ലാവരും കൂടി പ്രതാപനെ വഴിതെറ്റിക്കുന്നുവെന്നാണ്. ഇവർക്കൊക്കെ തലക്ക് ഓളമാണോ അല്ലെങ്കിൽ ഇവന്മാരൊക്കെ തീട്ടമാണോ തിന്നുന്നതെന്ന് ചോദിക്കാനാണ്. പ്രതാപൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലീഡർമാരുടെയും മേലെയാണ് അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. അവൻ 2000 മുതൽ ഇതുപോലെയുള്ള മണി ചേഞ്ച് ചെയ്ത് എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാം, എങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാം, എവിടെയൊക്കെ പണം പൂഴ്ത്തി വെക്കാം, എങ്ങനെയൊക്കെ ആൾക്കാരെ മൂഞ്ചിക്കാം എന്നൊക്കെയുള്ളതിൽ അഗ്രഗണ്യനാണ്. കേരളത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ അത്തരത്തിലുള്ളൂ. അപ്പോൾ അവരെ ഈ മണി ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ജീവിതം നയിക്കുന്ന ലീഡർമാരൊക്കെ പോയിട്ട് അവനെ വഴിതെറ്റിക്കുന്നു എന്നാണ് ചില ആൾക്കാരുടെ പരാതി. എന്തായാലും വിഡ്ഢികളുടെ സ്വർഗങ്ങളിലെ ചില കുശുകുശുവാണ് ഇതൊക്കെ എന്ന് പറയേണ്ടി വരും. പറഞ്ഞു വരുന്നത്, എന്തായാലും കോടതി നല്ലൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ കഴിഞ്ഞ 2 വർഷം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് FIR ഇട്ടവരുടെ കണക്ക് കോടതിയിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലെയിം പെറ്റീഷൻ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലെയിം പെറ്റീഷൻ കൊടുക്കണം എന്ന്. ക്ലെയിം പെറ്റീഷൻ കൊടുത്തവരുടെയെല്ലാം തന്നെ കണക്ക് കോടതിയിലെത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ആദ്യം ഒരു ചെറിയൊരു പത്രവാർത്ത വന്ന സമയത്ത് അത് സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് തട്ടിപ്പാണെന്ന്. അപ്പോൾ അതൊരു വാർത്ത വന്ന സമയത്ത് ഹൈറച്ചിനെതിരെ കേസെടുത്തു എന്ന് പറയുന്ന സംഭവത്തിൽ 2023 സെപ്റ്റംബറിലോ മറ്റോ ആണ്. ഇത് സമയത്ത് എന്നെ വിളിച്ച ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു, നാട്ടുകാരൻ കൂടിയാണ്, അയ്യോ ഇത് തട്ടിപ്പാണോ? ഞാൻ പറഞ്ഞു, തട്ടിപ്പല്ലാതെ പിന്നെ എന്താ ഇതെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെറിയ പൈസ ഇട്ടിട്ടുണ്ട്, 10,000 റുപ്യ ഇട്ടിട്ടുണ്ട് ഭാര്യേൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് ഇവരുടെ ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ 10,000 ഇട്ടിട്ടുള്ളൂ. അവനും അവൻ്റെ പേരും അവനും ഞാൻ പറഞ്ഞത് പ്രകാരം ക്ലെയിം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കൊക്കെ ഈ തുടക്കം ഇട്ട വ്യക്തിയും അടക്കം ഇതിൽ ക്ലെയിം പെറ്റീഷനിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈവ് കേട്ടിട്ട് FIR ഇടാനും ഞാൻ ഈ ക്ലെയിം പെറ്റീഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് നിരവധി ആൾക്കാരാണ് എന്നെ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ FIR ഇടാൻ പറ്റാത്ത ആ സമയത്തെങ്കിലും ഇനി ഒന്നിനും കാത്തുനിന്നിട്ട് കാര്യമില്ല, നമുക്ക് കലക്ടർ പറഞ്ഞത് പ്രകാരം പെറ്റീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തവരുടെയൊക്കെ പേര് വിവരം അതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കും വേണ്ടിയിട്ടുമല്ല, ഈ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നാളെ അതിൻ്റെ നല്ലൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിവേദന ക്യാമ്പയിനും ഇപ്പോഴും പ്രതാപനെയും ലീഡർമാരെയും താങ്ങി നടക്കുന്നവർക്കും അത് തുടരാവുന്നതാണ്. അവർക്ക് പ്രതാപൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷം. പ്രതാപൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇവർക്കും നല്ല സന്തോഷമുണ്ടാവും. എന്തായാലും ഇവർക്കൊക്കെ ഇനി പണം തിരിച്ചു കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നാളത്തെ കോടതിയിലെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. ബൈ.